എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം റെസിപ്പിയുമായിട്ടാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു ശ്രീലങ്കൻ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ നൂലപ്പത്തിനായിട്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 അച്ചോളം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഏലക്കായ, അതുപോലെ നല്ല ജീരകം, പിന്നെ കുറച്ച് ചുക്ക്. ഇത് 3ഉം സമം എടുത്തിട്ട് പൊടിച്ചിട്ട് വെച്ചതാണിത്. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ശർക്കര ഉരുക്കിയ നമ്മുടെ പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കുമ്പോൾ ആ തരികളൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വിളയിച്ചതിന് നല്ലൊരു സ്മെല്ലുണ്ടാകും. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇതിൽ നന്നായിട്ട് മിക്സായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ വിളയിച്ചത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നൂലപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് വളരെ നൈസായിട്ടുള്ള അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഈ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നൂലപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൂലപ്പത്തിൻ്റെ അച്ചിൽ നിറച്ചിട്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഈ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ ആ സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബേക്കിംഗ് പേപ്പറാണ്. ബേക്കിംഗ് പേപ്പർ എൻ്റെ കയ്യിൽ വാഴലയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബേക്കിംഗ് പേപ്പർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാഴല കിട്ടുകയാണെങ്കിൽ വാഴല വാട്ടിയിട്ട് അതിൽ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് ആദ്യം തന്നെ ഈ നൂലപ്പം പരത്തി ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ പരത്തിയിട്ട് നമ്മുടെ നൂലപ്പം ഈ ഷീറ്റിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് 4 സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്യണേക്കാളും മുൻപ് നമുക്കതിൽ ഫില്ലിങ് നിറയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ നൂലപ്പം പരത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് നിറയ്ക്കാം. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ആദ്യം തന്നെ നൂലപ്പം പരത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മിഡിൽ പാർട്ടിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് ഒരു 2 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 4 സൈഡിൽ നിന്ന് നമ്മുടെ ഈ ബേക്കിംഗ് പേപ്പർ നമുക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ തേങ്ങ വെച്ചതില്ലേ അത് നന്നായിട്ട് കവർ ചെയ്യണ രീതിയിൽ വേണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. 4 സൈഡിൽ നിന്നും നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നൂലപ്പത്തിന് ശരിക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നിറച്ച ഒരു നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് ഈ നൂലപ്പം പതുക്കെ വെച്ച് കൊടുക്കാം.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് നൂലപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്